ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കർണാടകയിലാണ്. കർണാടകയിൽ നമ്മുടെ കൊല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ നമ്മുടെ NH66, അതായത് തിരുവനന്തപുരം കന്യാകുമാരി ഹൈവേയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന മുരുടേശ്വർ എന്ന് പറഞ്ഞ ശിവൻ്റെ ഒരു വലിയ പ്രതിമയുള്ള ഒരു അമ്പലത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ താമസിക്കാനൊക്കെ ആയിട്ട് ഉള്ളത് ഉണ്ട്. മുരുടേശ്വർ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കർണാടക ടൂറിസം. അതിൻ്റെ ഗോപുരം കണ്ടോ, എത്ര ഹൈറ്റിലല്ലേ അതിൻ്റെ ഗോപുരം. ഇവിടെയുള്ള ശിവൻ്റെ പ്രതിമയ്ക്ക് 37 മീറ്റർ ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ മുരുടേശ്വര അമ്പലത്തിൻ്റെ പുറത്ത് നല്ല അടിപൊളി ബീച്ച് വരുന്നുണ്ട്. അവിടെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളാണെന്ന് തോന്നുന്നു. ഇവിടെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാവരും വലയൊക്കെ വൃത്തിയാക്കുക, മടക്കി വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ അകത്ത് കയറാനായിട്ട് എൻട്രി ഫീ ഒന്നും വരുന്നില്ല കേട്ടോ. ഗോപുരത്തിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റിൽ കയറണം എന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ പ്രശസ്തമായ മുരുടേശ്വർ ടെമ്പിളിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നല്ല 2 ഭംഗിയുള്ള ആനകളൊക്കെ ഇതിൻ്റെ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ റിനോവേഷൻ നടക്കാമെന്ന് തോന്നുന്നു. ഈ അമ്പലത്തിൻ്റെ ഇതിൻ്റെ എല്ലാ ഫ്ലോറും പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നുണ്ട്. നിറച്ച് സ്കഫോൾഡിങ് മോള് വരെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ആന ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ആന, നല്ല അടിപൊളി ആനയുണ്ട് അല്ലേ. ഇവിടെ ഇപ്പോൾ എൻട്രി ഇല്ലയെന്ന് തോന്നുന്നു അകത്തേക്ക്, ഇതിൻ്റെ റിനോവേഷൻ നടക്കുന്ന കാരണം. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ നില വരെ നമുക്ക് ലിഫ്റ്റിൽ എൻട്രി ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ശിവൻ്റെ ആ ഒരു പ്രതിമയുടെ ഒരു വ്യൂ ഒക്കെ നമുക്ക് മുകളിൽ നിന്ന് നന്നായി കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ മുരുടേശ്വർ ടെമ്പിള് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഗോപുരത്തിൻ്റെ ഉയരം വരുന്നത് 237 അടിയാണ് കേട്ടോ. എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നല്ല സീഷോറും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ കുറേ സമയമൊക്കെ ഇങ്ങനെ നല്ല റിലാക്സിങ് മൂഡിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു നല്ല അടിപൊളി വൈബുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയാൽ നമുക്ക് ശിവൻ്റെ ഒരു വലിയ പ്രതിമ തന്നെ, മനോഹരമായ പ്രതിമ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുറകുവശത്തും അതുപോലെ തന്നെ 2 ആനകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക്, പെയിൻറ്റിംഗ് ആണെന്ന് തോന്നുന്നു നടക്കണ കാരണം ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കടക്കാനുള്ള എൻട്രി ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗോപുരം 20 നിലകളുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് എലവേറ്റർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിസിറ്റേഴ്സിന് കയറി പോയിട്ട് ടെമ്പിൾ വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാം. ശിവയുടെ സ്റ്റാച്ചു. അങ്ങനെ നമ്മൾ ശിവൻ്റെ ഈ വലിയ പ്രതിമയുടെ അടുത്തേക്കുള്ള കാഴ്ചകൾ കാണാനായിട്ട് നടന്നു പോവാണ്. ഇവിടെ നല്ല അത്യാവശ്യം നല്ലൊരു ചെറിയ കയറ്റൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് നമുക്ക് കണ്ട് നോക്കാം. അടിപൊളിയാണ്. ശിവൻ്റെ ഭാവം കണ്ടോ ഇരിക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെരുപ്പ് ഇവിടെ ഊരി വെക്കണമെന്ന് തോന്നുന്നു. ചെരുപ്പ് ഊരി വെച്ച് വെക്കാം. നമുക്ക് കയറി പോവാം.
നിറച്ചും പട്ടികളുണ്ട് കേട്ടോ ഇവിടെ, പക്ഷെ ഒന്നും ഉപദ്രവകാരികളല്ല. ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കിട്ടും മുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. വീണ്ടും കുറച്ച് കയറ്റം കൂടി നമുക്ക് കയറണം. ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളപ്പോൾ അവരെ കൊണ്ടൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് ഈ ടൂറിസത്തെയും അവരെയും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എല്ലാവരും. ഇവിടെ ഗോക്കള് ശിവനാണല്ലോ, അപ്പം നന്ദിയുടെ സങ്കല്പം തോന്നുന്നു. ടൂറിസ്റ്റുകളൊന്നും കുറേ പേരൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗങ്ങളും. അടിപൊളി വെയില, ചെരുപ്പില്ലാത്ത കാരണം നല്ല പ്രശ്നം. കാല് ചുട്ട് കൊള്ളുന്നുണ്ട്. ഈ ഭാഗത്ത് ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ രഥത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനെ ഇരുത്തി തേര് തെളിക്കുന്ന ഒരു മനോഹരമായ ഒരു ദൃശ്യം അവിടെ നമുക്ക് കാണാം. ഒരു കയറ്റം കൂടി കയറാനുണ്ട്. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ തേരിൽ ഇരുത്തിയിട്ട് ഗീത ഉപദേശിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നന്ദിയെ കണ്ട് തൊഴാൻ നമുക്ക്. എന്ത് വലുതാലേ ഇവിടെ നന്ദി. ഇവിടെ വന്നപ്പോൾ നട അടയ്ക്കണ സമയമായതുകൊണ്ട് അകത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. മൂകാംബിക ദർശനം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്കും സമയം കുറച്ച് വൈകിപ്പോയി. എന്നാലും മൂകാംബിക വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് വരണം. ഇത്ര അടുത്തായ കാരണം മിസ് ചെയ്യാനായിട്ട് പറ്റില്ല. നട അടച്ച സമയമായതുകൊണ്ട് കുറേ ഭക്തരൊക്കെ ഇവിടെ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ തേരിലിരുത്തിയിട്ട് ഗീതോപദേശിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ആ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഭക്ഷണ സൗകര്യമുണ്ട്, ഹോട്ടൽസൊക്കെ ഉണ്ട്. ഒരു ദിവസം നമുക്ക് തങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇതിൻ്റെ മുകളിൽ ഉണ്ട്.
സൂര്യനെ കണ്ടു, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഗോൾഡൻ കളറിലാണ് സൂര്യൻ അവിടെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ മുരുടേശ്വരിലെ കാഴ്ചകളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ.